ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ദ്വിതീയോധ്യായം അതിൽ 9ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാതുവരെയുള്ള ഭാഗങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ ദ്വിതീയോധ്യായ. ശ്രീശുകോവാച ഏവം പിതരി സംപ്രവൃത്തെ തദനുശാസനേ വർത്തമാന ആഗ്നിധ്രോ ജംബൂദ്വീപൗകസ പ്രജാ ധർമാവേക്ഷമാണഃ പര്യഗോപായത് സ ച കദാചിൽ പിതൃലോകകാമ സുരവരവനിതാ ക്രീഡാചലദ്രോണ്യാം ഭഗവന്തം വിശ്വസൃജാം പതിമാഭൃതം പരിചര്യോപകരണ ആത്മൈകാഗ്രേണ തപസ്വ്യാരാധ്യയാം ബഭൂവ. തദുപലഭ്യ ഭഗവാനാദിപുരുഷഃ സദസി ഗായന്തിം പൂർവചിത്തിം നാമാപ്സര സമഭിയാപയാമാസ. സാ ച തദാശ്രമോപവനമതിരമണീയം വിവിധ നിബിഡ വിടപി വിടപ നികട സംസൃഷ്ടപുരടലതാരൂഢസ്ഥല വിഹംഗമമിഥുനൈ പ്രോച്യമാന ശ്രുതിഭിഃ പ്രതിബോധ്യമാന സലില കുക്കുടകാരണ്ഡവകളഹംസാദിഭിർവിചിത്രമുപകൂജിതാമലജലാശയ കമലാകരമുപബഭ്രാമാം. തസ്യാഃ സുലളിതഗമനപദവിന്യാസഗതിവിലാസായാശ്ചാനുപദം ഖണഖണായമാനരുചിര ചരണാഭരണസ്വനമുപാകർണ്യ നരദേവകുമാരഃ സമാധിയോഗേനാമീലിതനയനനളിനമുകുള ഈഷദ്വികചയ്യ വ്യചഷ്ടാം. താമേവാവിദൂരേ മധുകരീമിവ സുമനസ ഉപജിഘ്രന്തീം ദിവിജമനുജ മനോനയനാഹ്ലാദദുഃഖൈർഗതിവിഹാരവ്രീഡാ വിനയാവലോക സുസ്വരാക്ഷരാവയവൈർമനസി നൃണാം കുസുമായുധസ്യ വിദധതീം വിവരം നിജമുഖവിഗളിതാമൃതാസവ സഹാസ ഭാഷണാമോദമദാന്ധമധുകരനികരോപരോധേന ദ്രുതപദവിന്യാസേന വദ്ഗുസ്പന്ദനസ്തനകലശ കബരഭാര രശനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വശമുപനീതോ ജഡവദിതി ഹോവാചാം. കാ ത്വം ജിഗീർഷസി ച കിം മുനിവർയശൈലേ മായാസി കാപി ഭഗവൽ പരദേവതായാഃ വിജ്യേ ബിഭർഷി ധനുഷീ സുഹൃദാത്മനോർത്ഥേ കിം വാ മൃഗാൻ മൃഗയസേ വിപിനേ പ്രമത്താൻ. ബാണാവിമൗ ഭഗവതഃ ശതപത്രപത്രൗ ശാന്താവപുംഖരുചിരാവതിഗ്മദന്തൗ കസ്മൈ യുയുങ്ക്ഷസി വനേ വിചരന്ന വിദ്മഃ ക്ഷേമായ നോ ജഡധിയാം തവ വിക്രമോസ്തു. ശിഷ്യായിമേ ഭഗവത പരിതഃപഠന്തി ഗായന്തി സാമ സരഹസ്യമജ അജസ്രമീശം യുഷ്മത്ശിഖാവിലുളിതാഃ സുമനോഭിവൃഷ്ടീഃ സർവേ ഭജന്ത്രിഷിഗണാ ഇവ വേദശാഖാ. വാചം പരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മാന്നരൂപം മുഖരാം ശൃണവാമതുഭ്യം ലബ്ധാ കദംബരുചിരംഗവിടംഗബിംബേ യസ്യാമലാദപരിധി ക്വച വൽക്കലം തേ. 10ാമത്തെ ശ്ലോകം ഇതാണ് എടുക്കാനുള്ളത്. വാചം പരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മന്നരൂപമുഖരാം ശൃണവാമതുഭ്യം ലബ്ധാ കദംബരുചിരംഗവിടംഗബിംബേ യസ്യാമലാദപരിധി ക്വച വൽക്കലം തേ. അല്ലയോ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ആ കാലുകൾക്കിടയിലുള്ള കൂടുകളിൽ, ചരണപഞ്ചരം കൂടുകളിൽ വസിക്കുന്ന തിത്തിരിപ്പക്ഷികളുടെ അദൃശ്യമായ ശബ്ദിക്കുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള വാക്കുകൾ കേൾക്കുന്നു. അരക്കെട്ടിൻ്റെ മനോഹരമായ സ്ഥാനത്ത് ആ കടമ്പിൻ പൂവിൻ്റെ ശോഭ ലഭിക്കപ്പെട്ടുവല്ലോ. യാതൊന്നിൽ ആ തീക്കൊള്ളി വട്ടമിടുന്നു. അങ്ങയുടെ ആ വത്കലം, അങ്ങയുടെ ആ മരവുരിയും എവിടെ? വാചം പരം ചരണപഞ്ചരതിത്തിരീണാം ബ്രഹ്മന്നരൂപമുഖരാം ശൃണവാമതുഭ്യമലയോ ബ്രഹ്മൻ, അങ്ങയുടെ ആ ചരണപഞ്ചരതിത്തിരീണാം ആ കാലുകൾക്കിടയിലുള്ള കൂടുകളിൽ വസിക്കുന്ന തിത്തിരി പക്ഷികളുടെ അരൂപമുഖരാം അദൃശ്യമായിട്ടുള്ള
ശബ്ദം, ആ ശബ്ദിക്കുന്ന പരംവാചം, ആ ശ്രേഷ്ഠമായിരിക്കുന്ന വാക്ക് ശൃണവാമ കേൾക്കുന്നു. അംഗവിടംഗബിംബേ, ആ അരക്കെട്ടിൻ്റെ മനോഹരമായ സ്ഥാനത്ത് കദംബരുചി, കടമ്പിൻ പൂവിൻ്റെ ശോഭ, ലബ്ധ ലഭിക്കപ്പെട്ടുവല്ലോ. യസ്യാം യാതൊന്നിൽ അലാത പരിധി, തീക്കൊള്ളി വട്ടമിടുന്നു, യാതൊന്നിൽ ആ തീക്കൊള്ളി വട്ടമിടുന്നു അങ്ങയുടെ ആ വൽക്കലം. തേ വൽക്കലം ജ, ആ മരവുരിയും ക്വ എവിടെയാണ് ആകുന്നു. അപ്പോൾ ഹേ ബ്രഹ്മൻ തുഭ്യം പഞ്ചരതിത്തിരീണാം, ചരണപഞ്ചരതിത്തിരീണാം, തുഭ്യം ചരണപഞ്ചരതിത്തിരീണാം അരൂപമുഖരാം പരം വാചം ശൃണവാമ. അംഗവിടംഗബിംബേ കദംബരുചി ലബ്ധ യസ്യാം അലാതപരിധി തേ ച ക്വ. അതുകൊണ്ട് പറയാം, ഹേ ബ്രഹ്മൻ തുഭ്യം ചരണപഞ്ചരതിത്തിരീണാം അരൂപമുഖരാം പരം വാചം ശൃണവാമ. അംഗവിടംഗബിംബേ കദംബരുചി ലബ്ധ യസ്യാം അലാതപരിധി തേ വൽക്കലം ച ക്വ. അല്ലയോ ബ്രഹ്മൻ, അങ്ങയുടെ ചരണ കാലുകൾക്കിടയിലുള്ള കൂടുകളിൽ വസിക്കുന്ന തിത്തിരി പക്ഷികളുടെ അദൃശ്യമായി ശബ്ദിക്കുന്ന ആ ശ്രേഷ്ഠമായ വാക്ക് കേൾക്കുന്നു. അരക്കെട്ടിൻ്റെ ആ മനോഹരമായ സ്ഥാനത്ത് കടമ്പിൻ പൂവിൻ്റെ ശോഭ ലഭിക്കപ്പെട്ടുവല്ലോ. യാതൊന്നിൽ തീക്കൊള്ളി വട്ടമിടുന്നു അങ്ങയുടെ ആ വൽക്കലം മരവുരിയും എവിടെ. അല്ലയോ ബ്രഹ്മൻ, അങ്ങയുടെ പാദങ്ങളാകുന്ന കൂട്ടിൽ കഴിയുന്ന തിത്തിരി പക്ഷികൾ ശബ്ദിക്കുന്നു, അവയെ കാണാനില്ല. അരക്കെട്ടിൽ നിന്നും കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കളുടെ ശോഭ എങ്ങനെ വമിക്കുന്നു. അതിനുപരി തീക്കൊള്ളി ചുഴറ്റിയെന്ന പോലെ ആ പ്രഭ എന്താണ്, വത്കലം എവിടെ ഒക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നൂപുരങ്ങളുടെ സ്വരമാണ് തിത്തിരികളുടെ പക്ഷികളുടെ ഗാനം ആയിട്ടവിടെ കണക്കാക്കുന്നത്. അരക്കെട്ടിലെ അരഞ്ഞാൺ ആ കദംബരുചി, തീക്കൊള്ളി ചുഴറ്റുന്നത് ഉടുത്ത വസ്ത്രത്തിൻ്റെ ശോഭ. തിത്തിരികൾ എന്ന് പറഞ്ഞതിനാൽ ആ കൃഷ്ണയജുർവേദം തൈത്തിരീയ സംഹിത സ്മരിക്കപ്പെടുന്നു. മുൻ ശ്ലോകത്തിൽ ആ സാമവും വേദശാഖാഹ എന്നതിൽ ഋക്കും ഉൾപ്പെടുത്താം. താൻ ഉപാസിക്കുന്ന ദേവത ഒരു മഹർഷി ശ്രേഷ്ഠൻ്റെ രൂപത്തിൽ ദർശനം നൽകിയതായി മനോവിഭ്രാന്തി ധ്വനിപ്പിക്കുന്നു. അതാണ് ആദ്യം ഹേ മുനിവര എന്നൊക്കെ പറഞ്ഞത്. അല്ലയോ ബ്രഹ്മൻ, അങ്ങയുടെ ആ പാദങ്ങളാകുന്ന കൂട്ടിൽ കഴിയുന്ന തിത്തിരി പക്ഷികൾ ശബ്ദിക്കുന്നു, അവയെ കാണാനില്ല. അരക്കെട്ടിൽ നിന്നും കടമ്പ് വൃക്ഷത്തിൻ്റെ പൂക്കളുടെ ശോഭ എങ്ങനെ വമിക്കുന്നു. അതിനുപരി തീക്കൊള്ളി ചുഴറ്റിയ പോലെ പ്രഭ എന്താണ്, വൽക്കലം എവിടെ. നൂപുരങ്ങളുടെ സ്വരമാണ് തിത്തിരി പക്ഷികളുടെ ഗാനം. അരക്കെട്ടിൽ അരഞ്ഞാൻ ആ കദംബരുചിയാണ്. തീക്കൊള്ളി ചുഴറ്റുന്നത് ഉടുത്ത വസ്ത്രത്തിൻ്റെ ശോഭയാണ്. തിത്തിരികൾ എന്ന് പറഞ്ഞതിനാൽ ആ കൃഷ്ണയജുർവേദം തൈത്തിരീയ സംഹിത സ്മരിക്കപ്പെടുന്നു. മുൻ ശ്ലോകങ്ങളിൽ സാമവും വേദശാഖ എന്നതിൽ ഋക്കും ഉൾപ്പെടുത്താം. താൻ ഉപാസിക്കുന്ന ദേവത ഒരു മഹർഷി ശ്രേഷ്ഠൻ്റെ രൂപത്തിൽ ദർശനം നൽകിയതായിട്ട് മനോവിഭ്രാന്തി ധ്വനിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യണത്. ബ്രഹ്മൻ അങ്ങയുടെ ആഭൂഷണങ്ങളായ ആ കാൽച്ചിലമ്പുകളുടെ ഉള്ളിലുള്ള രത്നങ്ങളുടെ വക്താവില്ലാത്തതും വ്യക്തവുമായിരിക്കുന്ന ശബ്ദം മാത്രം ഞങ്ങൾ കേൾക്കുന്നു. അരയിലെ സുന്ദരഭാഗത്ത് കടമ്പിൻ പൂവിൻ്റെ ഈ കാന്തി എങ്ങനെ കിട്ടി. അതിൽ വൃത്താകൃതിയിലുള്ള അലാത ചക്രം ഉണ്ട്. അപ്പോൾ ബ്രഹ്മജ്ഞ ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേ ബ്രഹ്മജ്ഞ തുഭ്യം അങ്ങയുടെ ചരണപഞ്ചര തിത്തിരീണാം പാദമാകുന്ന കൂട്ടിൽ കിടക്കുന്ന തിത്തിരികളുടെ അരൂപമുഖരാം ആളെ കാണാതിരിക്കുന്ന ശബ്ദത്തോടു കൂടിയ വാചം പരം ആ വാക്കിനെ മാത്രം ശൃണവാമ ഞങ്ങൾ കേൾക്കുന്നു. അംഗവിടംഗ ബിംബേ മനോഹരമായിരിക്കുന്ന നിതംബമണ്ഡലത്തിൽ കദംബരുചി ആ കദംബകാന്തി കുലബ്ധ എവിടെ നിന്നും ലഭിച്ചു. യസ്യാം യാതൊന്നിൽ അലാത പരിധി തീക്കൊള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീയെ വർത്തേ ഇരിക്കുന്നു. തേ വൽക്കലം ക്വച്ച അങ്ങയുടെ ആ വൽക്കലം എവിടെ. അപ്പോൾ കാൽച്ചിലമ്പുകളുടെ ശബ്ദം കേട്ടിട്ട് പറയുന്നു, ഹേ ബ്രഹ്മൻ അങ്ങയുടെ
ആ പാദപഞ്ചരങ്ങളിൽ വസിക്കുന്ന തിത്തിരിപ്പക്ഷികളുടെ ശബ്ദം മാത്രം പ്രകടമായിട്ട് കേൾക്കുന്നു. ശബ്ദിക്കുന്ന പക്ഷികളെ കാണുന്നും ഇല്ല. പാദസരങ്ങളുടെ അന്തർഭാഗത്തുള്ള രത്നമണികളിൽ നിന്നാണ് ശബ്ദം പുറപ്പെടുന്നത്. ആ ശബ്ദം കേൾക്കുന്നു, രത്നമണികളെ കാണുന്നില്ല എന്ന് സാരം. ഉടുത്തിരിക്കുന്ന ആ മഞ്ഞപ്പട്ടിനെ അരക്കെട്ടിൽ നിന്നും പുറപ്പെടുന്ന ആ ശോഭയായിട്ട് കൽപ്പിച്ച് പറയുന്നു. ഈ മനോഹരമായ അരക്കെട്ടിൽ കദംബ സുമപ്രഭ എവിടെ നിന്നാണ് വന്നു ചേർന്നത്? വസ്ത്രത്തിൻ്റെ മീതെ കിടക്കുന്ന ആ അരഞ്ഞാണിനെ അഗ്നിയായിട്ട് കൽപ്പിച്ച് പറയുന്നു. ഈ ശോഭയുടെ മീതെ മണ്ഡലാകാരത്തിൽ കാണുന്ന അഗ്നിപ്രഭ എങ്ങനെയുണ്ടായി? വസ്ത്രത്തെ നിതംബപ്രഭയായിട്ട് കൽപ്പിച്ചതുകൊണ്ട് വസ്ത്രം കാണാത്ത നിലയിൽ ചോദിക്കുന്നു, അങ്ങയുടെ വൽക്കലം എവിടെ? അപ്പോൾ ഹേ ബ്രഹ്മൻ തുഭ്യം ചരണപങ്കജതിത്തിരീണാം അരൂപമുഖരാം വാചം പരം ശൃണവാമ. അങ്ങയുടെ ആ ഭൂഷണങ്ങളായിരിക്കുന്ന നൂപുരങ്ങളുടെ അന്തർഭാഗത്തുള്ള രത്നങ്ങളുടെ വക്താവില്ലാത്തതും വ്യക്തവുമായിരിക്കുന്ന ശബ്ദങ്ങൾ മാത്രം ഞങ്ങൾ കേൾക്കുന്നു. പീതാംബരത്തെ നിതംബകാന്തിയായിട്ട് കൽപ്പിച്ച് പറയുന്നു. അംഗവിടംഗബിംബേ ഇയം കദംബരുചിഹി ക്വലബ്ധ. നിതംബത്തിൻ്റെ ആ സുന്ദരഭാഗത്ത് കടമ്പിൻ പൂവിൻ്റെ ഈ കാന്തി എങ്ങനെ കിട്ടി? മേഖലയെ കണ്ടു പറയുന്നു. യസ്യാം അലാതപരിധി ഭവതി. അതിൽ വട്ടത്തിലുള്ള അലാതചക്രം ഭവിക്കുന്നു. വസ്ത്രത്തെ നിതംബ കാന്തിയായിട്ട് കൽപ്പിച്ചതിനാൽ വസ്ത്രം കാണാതെ ചോദിക്കുന്നു. തേ വൽക്കലം ക്വ. അങ്ങയുടെ വസ്ത്രം എവിടെ പോയി? ഇതാണ് ഒരു മുനിശ്രേഷ്ഠനായി കണ്ടുകൊണ്ടാണ്, താൻ ഉപാസിക്കുന്ന ഒരു മുനിശ്രേഷ്ഠനായിട്ട് കണ്ടുകൊണ്ടാണ് ജഡവത് ആ അഗ്നിധൻ ആ പൂർവചിത്തിയെ കണ്ടിട്ട് പറയുന്നത്. തവ ചരണനൂപുരയോ ശബ്ദം ശൃണുമ. അങ്ങയുടെ ആ ചരണനൂപുരങ്ങളിൽ നിന്നും വരുന്ന ശബ്ദത്തെ കേൾക്കുന്നു. ഹേ സഖേ അലയോ സഖാവേ നിതംബസ്യ സുന്ദരമണ്ഡലേ കദംബ പുഷ്പകാന്തി. ആ നിതംബമാകുന്ന സുന്ദരമണ്ഡലത്തിൽ കദംബ പുഷ്പത്തിൻ്റെ കാന്തി ക്വലബ്ധ എവിടെ നിന്നാണ് കിട്ടിയത്? തവ സ്തനയോഹ കിം പൂർണ്ണമസ്തി യത്ര മേ ദൃഷ്ടി സംലഗ്നാസ്തി. തവ സ്തനയോഹോ അങ്ങയുടെ ആ സ്തനങ്ങളിൽ കിം പൂർണ്ണമസ്തി എത്രയോ പൂർണ്ണമാണ് ആ സ്തനങ്ങൾ. യത്ര മേ ദൃഷ്ടി സംലഗ്നാഗ്നി എൻ്റെ ദൃഷ്ടിയിൽ അത് അവിടെ നിന്നും ഒരു അഗ്നി ഉണ്ടായ പോലെ തോന്നുന്നു. തവ സ്തനേ കേശരകർദ്ദമഃ കൃതഃ യേന കർദ്ദമേന. അടുത്ത തവ ചരണനൂപുരയോ ശബ്ദം ശൃണുമ. അങ്ങയുടെ ആ ചരണനൂപുരങ്ങളിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. ഹേ സഖേലയോ സഖാവേ നിതംബസ്യ മണ്ഡലേ. നിതംബമാകുന്ന സുന്ദരമണ്ഡലത്തിൽ നിന്നും കദംബ പുഷ്പകാന്തി അതിനെ എങ്ങനെ കിട്ടി? ക്വലബ്ധ്വ തവ സ്തനയോ കിം പൂർണ്ണമസ്തി. അവിടുത്തെ ആ സ്തനയങ്ങൾക്ക് ഈ പൂർണ്ണത. യത്ര മേ ദൃഷ്ടി എൻ്റെ ആ ദൃഷ്ടിയിൽ സംലഗ്നാസ്തി. ആ ശോഭ, പ്രകാശം, ആ അഗ്നിയുടെ ശോഭ അവിടെ കാണുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. കിം സംഭൃതം രുചിരയോർദ്വിജശൃംഗയോസ്തേ മധ്യേ കൃശോ വഹസി യത്ര ദൃശി ശ്രിതാമേ പങ്കോരുണഃ സുരഭിരാത്മവിഷാണ ഈദൃഗ്യേനാശ്രമം സുഭഗമേ സുരഭീകരോഷി. കിം സംഭൃതം രുചിരയോർദ്വിജശൃംഗയോസ്തേ മധ്യേ കൃശോ വഹസി യത്ര ദൃശി ശ്രിതാമേ പങ്കോരുണഃ സുരഭിരാത്മവിഷാണ ഈദൃഗ് ഏനാശ്രമം സുഭഗമേ സുരഭീകരോഷി. അല്ലയോ ബ്രാഹ്മണ, ഹേ ദ്വിജ, അങ്ങയുടെ ആ രുചിരയോഹോ മനോഹരങ്ങളായിരിക്കുന്ന കൊമ്പുകളിൽ, ശൃംഗയോഹോ കൊമ്പുകളിൽ എന്താണ്
സംഭരിച്ചു വച്ചിട്ടുള്ളത്. കൃശഃ മെലിഞ്ഞ അങ്ങ് ആ ശരീരമധ്യത്തിൽ അവ വഹിക്കുന്നു. യാതൊരിടത്ത് മേ എൻ്റെ ദൃഷ്ടി ആശ്രയിച്ചു നിൽക്കുന്നു, അവിടെ എൻ്റെ ദൃഷ്ടി ആശ്രയിച്ചു നിൽക്കുന്നു. ഹേ സുഭഗ, അലയോ സുന്ദര, ആത്മവിഷാണേ, തൻ്റെ കൊമ്പിൽ അരുണഃ ഇളം ചുകപ്പാർന്നതും സൗരഭ്യമുള്ളതും ആയിരിക്കുന്ന ഇത്തരം ആ ചെളിയുണ്ട്. എന്തുകൊണ്ട് എൻ്റെ ആശ്രമത്തെ സുഗന്ധപൂരിതം, ഏതുകൊണ്ട് എൻ്റെ ആശ്രമത്തെ സുഗന്ധപൂരിതമാക്കുന്നു? ഏനാശ്രമം സുഭഗമേ സുരഭീകരോഷി എന്നുള്ളതാണ്. ഹേ ദ്വിജ, അലയോ ബ്രാഹ്മണ, തേ അങ്ങയുടെ രുചിരയോഹോ മനോഹരങ്ങളായിരിക്കുന്ന ശൃംഗയോഹോ കൊമ്പുകളിൽ കിം എന്താണ് സംഭൃതം സംഭരിക്കപ്പെട്ടിട്ടുള്ളത്? കൃശഃ മെലിഞ്ഞ അങ്ങ് മധ്യേ ശരീരമധ്യത്തിൽ വഹസി അവ വഹിക്കുന്നു. എത്ര ആ യാതൊരിടത്ത് അങ്ങയുടെ ആ മെലിഞ്ഞ ആ ശരീരത്തിൽ അങ്ങ് ആ സംഭരിച്ചിട്ടുള്ളതിനെ അങ്ങനെ വഹിക്കുന്നു, അവിടേക്ക് എൻ്റെ അവ വഹിക്കുന്നു. എത്ര യാതൊരിടത്ത് മേ എൻ്റെ ദൃഷ്ടി ശ്രിത ആശ്രയിച്ചു നിൽക്കുന്നു, ആ സ്ഥലത്ത് എൻ്റെ ദൃഷ്ടി ആശ്രയിച്ചു നിൽക്കുന്നു. ഹേ സുഭകാലയോ സുന്ദര, ആത്മവിഷാണേ, തൻ്റെ കൊമ്പിൽ അരുണഃ ഇളം ചുവപ്പാർന്നതും സുരഭി സൗന്ദര്യമുള്ളതുമായിരിക്കുന്ന ഇത്തരം പങ്കഃ ചെളിയുണ്ട്. ഏന ഏതുകൊണ്ട് മേ ആശ്രമം എൻ്റെ ആശ്രമത്തെ സുരഭീകരോഷി സുഗന്ധപൂരിതം ആക്കുന്നു. ഇതിൻ്റെ അന്വയം വന്നിട്ട് ഹേ ദ്വിജ തേ രുചിരയോഹോ ശൃംഗയോഹോ കിം തം കൃശഃ മധ്യേ വഹസി യത്ര മേ ദൃശി ശ്രുത. ഹേ സുഭഗ, ആത്മവിഷാണേ അരുണഃ സുരഭിഃ ഈദൃക് പങ്കഃ യേന മേ ആശ്രമം സുരഭീകരോഷി. കൂടി പറയാം. ഹേ ദ്വിജ തേ രുചിരയോഹോ ശൃംഗയോഹോ കിം സംഭൃതം കൃശഃ മധ്യേ വഹസി യത്ര മേ ദൃശി ശ്രുതാ. ഹേ സുഭഗ, ആത്മവിഷാണേ അരുണഃ സുരഭിഃ ഈദൃക് പങ്കഃ യേന മേ ആശ്രമം സുരഭീകരോഷി. അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ അമനോഹരങ്ങളായിരിക്കുന്ന കൊമ്പുകളിൽ എന്താണ് സംഭരിക്കപ്പെട്ടിട്ടുള്ളത്? മെലിഞ്ഞ അങ്ങ് ശരീരമധ്യത്തിൽ അവയെ വഹിക്കുന്നു, യാതൊരിടത്ത് എൻ്റെ ദൃഷ്ടി സദാ ആശ്രയിച്ചു നിൽക്കുന്നു. അല്ലയോ സുന്ദര, തൻ്റെ കൊമ്പിൽ ഇളം ചുവപ്പാർന്നതും സൗരഭ്യമുള്ളതുമായിരിക്കുന്ന ഇത്തരം ചെളി ഉണ്ട്. ഏതുകൊണ്ട്? അതുകൊണ്ട് എൻ്റെ ആശ്രമത്തെ സുഗന്ധപൂരിതമാക്കുന്നു. ശ്രുതാമേ എന്നും സുരഭീകരോഷി എന്നും പാഠാന്തരം ഉണ്ട്. അപ്പോൾ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ ആ രണ്ട് കൊമ്പുകളിൽ എന്താണ് നിറച്ചിട്ടുള്ളത്? മധ്യഭാഗം കൃശമായിരിക്കുന്ന അങ്ങ് ഭാരമുള്ള അതിനെ എങ്ങനെ വഹിക്കുന്നു? അതിലാണ് എൻ്റെ ദൃഷ്ടി വ്യാപരിക്കുന്നത്. അല്ലയോ സുഭഗ, ആ രണ്ട് കൊമ്പുകളിലെ ചുവന്ന ചെളിയുടെ സൗരഭ്യം എൻ്റെ ആശ്രമ പരിസരത്തെ സുഗന്ധപൂരിതമാക്കുന്നു. ശൃംഗങ്ങൾ എന്ന് പറയുന്ന ഉന്നത സ്തനങ്ങൾ, ആ സ്തനങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അരുണമായിരിക്കുന്ന പങ്കം, അതിന്മേലണിഞ്ഞ ആ കുങ്കുമം, അതാണ് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിലെ വ്യാഖ്യാനത്തിൽ അവിടെ പറഞ്ഞത്. നിതംബസ്യ സുന്ദരമണ്ഡലേ കദംബ പുഷ്പകാന്തി ക്വലബ്ധ തവ സ്തനയോ കിം പൂർണ്ണമസ്തി. ഈ സ്ഥലങ്ങളൊക്കെ വളരെ പൂർണ്ണമായിട്ട് ഇരിക്കുന്നു. എത്രമേ അവിടെ എൻ്റെ ദൃഷ്ടി സംലഗ്നാസ്തി, അവിടേക്ക് അങ്ങോട്ട് ദൃഷ്ടി എപ്പോഴും പതിച്ചുകൊണ്ടിരിക്കുന്നു. തവ സ്തനേ, ആ സ്ഥലങ്ങളിൽ കേശരകർദ്ദമഃ കുതഃ യേന കർദ്ദമേന മമാശ്രമം സുഗന്ധയുക്തം കരോഷി. വഹിച്ചിട്ടുള്ള പങ്കം, അതിൻ്റെ ആ വാസന, കർദ്ദമേന ആ മമാശ്രമം എൻ്റെ ആശ്രമത്തെ സുഗന്ധപൂരിതം ആക്കുന്നു എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ്വിജ, അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ ആ ഭംഗിയുള്ള കൊമ്പുകളിൽ എന്താണ് നിറച്ചിട്ടുള്ളത്? അങ്ങ് മധ്യത്തിൽ കൃശനാണെങ്കിലും ആ കൊമ്പുകളെ വിഷമിച്ച് ധരിക്കുന്നു. ഇതിൽ എൻ്റെ കണ്ണുകൾ പതിഞ്ഞിരിക്കുന്നു.
അങ്ങയുടെ ഈ കൊമ്പിൽ അരുണവും സുഗന്ധിയും അനുപമവുമായിരിക്കുന്ന കുറിക്കൂട്ട് തേച്ചിരിക്കുന്നു. സുന്ദര, അതുകൊണ്ട് അങ്ങ് എൻ്റെ ആശ്രമത്തെ സുരഭി ആക്കുന്നു. അപ്പോൾ ഇതിലത്തെ നോക്ക്. ദ്വിജ, ഹേ ബ്രാഹ്മണ, രുചിരയോഹോ, മനോഹരങ്ങളായിരിക്കുന്ന തേ ശൃംഗയോഹോ, അങ്ങയുടെ ആ ശൃംഗങ്ങളിൽ കിം സംഭൃതം അസ്തി, എന്താണ് നിറച്ചു വച്ചിരിക്കുന്നത്? മധ്യേ കൃശഃ ത്വം, മധ്യത്തിൽ കൃശനായിരിക്കുന്ന അങ്ങ് വഹിക്കുന്നു, അതിനെ വഹിക്കുന്നു എന്നർത്ഥം. മേ ദൃശി, എൻ്റെ ദൃഷ്ടി എത്ര ശ്രുത, യാതൊന്നിൽ ആശ്രയിച്ചു. ആത്മവിഷാണേ, അങ്ങയുടെ ആ വിഷാണത്തിൽ. ഈദൃക് സുരഭി, ഇത്ര വാസനയുള്ള അരുണഃ പങ്കഃ, ആ കൊമ്പുകളിൽ ഇത്രയും വാസനയുള്ള അരുണഃ, ചുവന്ന ചെളി. സുഭഗ, ഹേ മനോഹര, യേന, യാതൊരു പങ്കത്താൽ. മേ ആശ്രമം, അതിൻ്റെ വാസന കൊണ്ട് എൻ്റെ ആശ്രമത്തെ സുരഭിയാക്കി തീർക്കുന്നു. ആ സ്തനങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, ഹേ ബ്രാഹ്മണ, ഉന്നതങ്ങളായിട്ട് കാണുന്ന അങ്ങയുടെ ഈ ശൃംഗങ്ങളിൽ, സ്തനങ്ങളിൽ നിറച്ചു വച്ചിരിക്കുന്ന സാധനം എന്താകുന്നു? എന്തോ അപൂർവമായ സാധനം ആയിരിക്കണമെന്ന് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത്ര അപൂർവമായ ഒരു സാധനം അല്ലെങ്കിൽ മധ്യഭാഗം ഇത്ര കൃശമായിരിക്കെ ആ ഭാഗം കൊണ്ട് ഈ ഉന്നത ശൃംഗങ്ങളെ ഇത്ര കഷ്ടപ്പെട്ട് വഹിക്കുകയില്ല. ഈ ശൃംഗങ്ങൾ നിമിത്തമാണ് ആ മധ്യപ്രദേശത്തെ എനിക്ക് കാണുവാൻ തന്നെ സാധിച്ചത്. ആ സ്തനങ്ങളിലുള്ള കുങ്കുമത്തെ കണ്ടിട്ട് ചോദിക്കുന്നു, ഈ ശൃംഗങ്ങളിൽ അപൂർവമായിരിക്കുന്ന വാസനയെ പുറപ്പെടുവിക്കുന്ന ഈ ചുവന്ന പൊടികൾ എന്താകുന്നു? അതിൻ്റെ സൗരഭ്യ വ്യാപ്തിയാൽ ഹേ സുഭഗ, അങ്ങ് എൻ്റെ ആശ്രമത്തെ കൂടി സുരഭിയാക്കി തീർക്കുന്നു. അപ്പോൾ ഹേ ദ്വിജ, തേ രുചിരയോഹോ ശൃംഗയോഹോ കിം സംഭൃതം അസ്തി, അല്ലയോ ബ്രാഹ്മണ, അങ്ങയുടെ മനോഹരങ്ങളായിരിക്കുന്ന കൊമ്പുകളിൽ എന്താണ് നിറച്ചു വെച്ചിട്ടുള്ളത്? എന്തോ മനോഹരമായ ഒന്ന് നിറച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാം. അത് എന്താണ്? എന്തെന്നാൽ മധ്യേ കൃശഃ അപി ത്വം കൃച്ഛ്രേണതൗ വഹസി, അങ്ങ് മധ്യത്തിൽ കൃശനാണെങ്കിലും ആ കൊമ്പുകളിൽ വിഷമിച്ച് അതിനെ ധരിക്കുന്നുവല്ലോ. എത്ര മേ ദൃശി ശ്രുത, അതിൽ എൻ്റെ ദൃഷ്ടി പറ്റിയിരിക്കുന്നു. ആ സ്ഥലങ്ങളിലുള്ള കുങ്കുമം കണ്ടു പറയുന്നു, ആത്മവിഷാണേ അരുണഃ സുരഭി ഈദൃക് പങ്കഃ ലിപ്തഃ, അങ്ങയുടെ ഈ കൊമ്പിൽ അരുണവർണവും സുഗന്ധിയും അനുപമവുമായിരിക്കുന്ന കുറിക്കോട്ട് തേച്ചിരിക്കുന്നു. ഹേ സുഭഗ, യേനമേ ആശ്രമം സുരഭികരോഷി, യേനമേ ആശ്രമം സുരഭീകരോഷി, അല്ലയോ സുന്ദര, അതുകൊണ്ട് അങ്ങ് എൻ്റെ ആശ്രമത്തെ സുരഭിയാക്കി തീർക്കുന്നു. ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തവ സ്തനയോഹ കിം പൂർണ്ണമസ്തി യത്ര മേ ദൃഷ്ടി സംലഗ്നാസ്തി തവ സ്തനേ കേശരകർദ്ദമഃ കുതഃ യേന കർദ്ദമേന മമാശ്രമം സുഗന്ധയുക്തം കരോഷി. അങ്ങയുടെ ആ സ്തനങ്ങൾ കേശരകർദ്ദമഃ, ആ അനുപമമായിരിക്കുന്ന ആ കുറിക്കൂട്ടുകൾ, കുതഃ യേന, അത് കാരണം, അതിൻ്റെ സുഗന്ധം കാരണം, കർദ്ദമേന, എൻ്റെ ആശ്രമം, മമാശ്രമം സുഗന്ധയുക്തം കരോഷി, അതിന് ആശ്രമത്തെ സുഗന്ധീകരിക്കുന്നു. തവ സ്തനേ കേശരകർദ്ദമഃ കുതഃ യേന കർദ്ദമേന മമാശ്രമം സുഗന്ധയുക്തം കരോഷി, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 12ാമത്തെ ശ്ലോകം. ലോകം പ്രദർശയ സുഹൃത്തമതാവകം മേ യത്രത്യം ഇത്തമുരസാവയവാവപൂർവൗ അസ്മദ്വിധസ്യ മന ഉന്നയനൗ ബിഭർത്തി ബഹ്വദ്ഭുതം സരസ രാസസുധാദിവക്ത്രേ. ലോകം പ്രദർശയ സുഹൃത്തമതാവകം മേ യത്രത്യ ഇത്തമുരസാവയവാവപൂർവൗ അസ്മദ്വിധസ്യ മന ഉന്നയനൗ ബിഭർത്തി ബഹ്വദ്ഭുതം സരസ രാസസുധാദിവക്ത്രേ. അല്ലയോ സുഹൃത്തേ, ഉത്തമ സുഹൃത്തേ, താവകം, അങ്ങയുടേതായിരിക്കുന്ന ലോകം മേ, എനിക്ക് കാണിച്ചു തരൂ, അങ്ങയുടെ ലോകത്തെ എനിക്ക് കാണിച്ചു തരൂ. യത്രത്യ, എവിടെയുള്ളവൻ, അസ്മദ്വിധസ്യ, എന്നെപ്പോലെയുള്ളവൻ്റെ മനസ്സിനെ, ഉന്നയനവും ഉലയ്ക്കുന്നതും, അപൂർവ അസാധാരണങ്ങളുമായിരിക്കുന്ന ഇത്തം ഇപ്രകാരമുള്ള അവയവവും
രണ്ടവയവങ്ങളെ ഉരസ മാറിടം കൊണ്ടും സരസരാസസുധാ ആദി രസകരവും ശൃംഗാകാരവുമായിരിക്കുന്ന അമൃത് മുതലായ ബഹു അത്യത്ഭുതകരമായിരിക്കുന്ന ഒന്ന് വക്ത്രേ മുഖത്തും വിഭർത്തി വഹിക്കുന്നു. ഹേ സുഹൃത്തമാ, അല്ലയോ ഉത്തമ സുഹൃത്തേ, താവകം അങ്ങയുടേതായിരിക്കുന്ന ലോകം മേ എനിക്ക് പ്രദർശയ കാണിച്ചു തരൂ. യത്രത്യഹ എവിടെയുള്ളവൻ, അസ്മത് വിധസ്യ എന്നെ പോലെയുള്ളവൻ്റെ മനഃ മനസ്സിനെ ഉന്നയനവും ഉലയ്ക്കുന്നതും അപൂർവ അസാധാരണങ്ങൾ ആയിട്ടിരിക്കുന്ന ഇത്തം ഇപ്രകാരമുള്ള അവയവവും രണ്ടവയവങ്ങളെ ഉരസ മാറിടം കൊണ്ടും സരസരാസസുധാ ആദി രസകരവും ശൃംഗാരകരവുമായിരിക്കുന്ന അമൃത മുതലായ ബഹു അദ്ഭുതം ആ അത്യത്ഭുതകരമായിരിക്കുന്ന ഒന്ന് വക്ത്രേ മുഖത്തും വിഭർത്തി വഹിക്കുന്നു. അപ്പോൾ അല്ലയോ ആ ഉത്തമ സുഹൃത്തെ, അങ്ങയുടെ ആ ലോകമേതെന്ന് കാണിച്ചു തരൂ. യാതൊരിടത്തുള്ളവരെ ആ മർത്യലോകദുർലഭമായിരിക്കുന്ന ആ ഉരസ്സിലെ അവയവം ധരിക്കുന്നു. നമ്മെപ്പോലെയുള്ള സാധാരണക്കാരുടെ മനസ്സിനെ അത് ക്ഷോഭിപ്പിക്കുന്നു. മാധുര്യവും ശൃംഗാരവിലാസവും ചേർന്ന അത്യത്ഭുതകരമായതും സമമായതും ആയ ഒന്ന് മുഖത്തും ധരിച്ചിരിക്കുന്നു. താൻ കണ്ടത് മനുഷ്യവർഗത്തിൽപ്പെട്ടതല്ല, പരിചയമുള്ളതും അല്ല. അപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നറിയില്ല. തപശ്ചര്യ അനുഷ്ഠിക്കുന്നതാകയാൽ സ്ത്രീയായി കരുതുന്നത് ഉചിതം അല്ല. ആ ലോകത്തിലെ പുരുഷരും ഇപ്രകാരം ആയിരിക്കാമെന്നെല്ലാം ചിന്തിക്കുന്നു. അതാണ് സുഹൃത്തമ എന്ന സമ്പുദ്ധി കൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഉരസാവയവം സ്തനം, മുഖത്തേത് മന്ദഹാസം. ഉരസാവയവം സ്തനം, മുഖത്തേത് മന്ദഹാസം. താൻ കണ്ട ആളുടെ ലോകം തനിക്കും കാട്ടിത്തരണം എന്നപേക്ഷ. ഒരുപക്ഷെ അവിടുത്തുകാരെല്ലാം ഇങ്ങനെ ആയിരിക്കാം. യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു അപൂർവ വസ്തു ദൃശ്യമായി അത് മനസ്സിനെ വശീകരിച്ചു. അത്തരക്കാരൻ്റെ ആ ജൽപ്പനങ്ങളാണ് ഇവിടെ ഇതിൽ പറയുന്നത്. അപ്പോൾ അല്ലയോ സുഹൃത്തേ, ആളുകൾ ഇങ്ങനെയുള്ള അത്ഭുതകരങ്ങളും ഞങ്ങളെപ്പോലെയുള്ള കാമികളുടെ മനസ്സ് ക്ഷോഭിപ്പിക്കുന്നവയുമായ അവയവങ്ങളെ മാറുകൊണ്ട് ധരിക്കുകയും മുഖത്ത് ആലാപവിലാസത്തോടെ അധരാമൃതവും വഹിക്കുന്നു. അങ്ങയുടെ ആ ലോകം എനിക്ക് കാണിച്ചു തരുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നോക്കാം നമുക്കൊന്നും കൂടി. സുഹൃത്തമാ, ഹേ പരമബദ്ധോ, താവകലോകം അങ്ങയുടെ ആ ലോകത്തെ മേ പ്രദർശയ എനിക്ക് കാട്ടിത്തന്നാലും. യത്രത്യ യാതൊന്നിലുള്ള ജനം, അസ്മത് വിധസ്യ ഞങ്ങളെപ്പോലെയുള്ളവരുടെ മനഃ ഉന്നയനവും മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നവയും അപൂർവവും അപൂർവങ്ങളുമായിരിക്കുന്ന അവയവങ്ങളെ ഉരസ മാറിടത്താൽ ഇത്തം വിഭർത്തി പ്രകാരം ഭരിക്കുന്നു. വക്ത്രേ മുഖത്തിൽ ബഹുഅദ്ഭുതം ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന സരസരാസസുധാദി രസത്തോടുകൂടിയ ആ വിലാസം, അമൃതം എന്നിവയെയും വിഭർത്തി ഭരിക്കുന്നു. ആ കുചങ്ങളുടെ സ്തനങ്ങളുടെ അപൂർവതയെ സ്പഷ്ടമാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഹേ പരമസുഹൃത്തെ, അങ്ങയുടെ ലോകം എനിക്ക് കാട്ടിത്തരണം. അത് കാണണമെന്ന കൗതുകം എനിക്കധികം ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്നെപ്പോലെയുള്ളവരുടെ മനസ്സിനെ വികാരപ്പെടുത്തുന്നതിന് സമർത്ഥങ്ങളും അപൂർവങ്ങളുമായിരിക്കുന്ന ഈ മാതിരി അവയവങ്ങളെ മാറിടത്തിലും അത്യത്ഭുതാവഹമായിരിക്കുന്ന മനോഹര സംഭാഷണവും വിലാസവും കലർന്നിരിക്കുന്ന അമൃതത്തെ മുഖത്തിലും ആ ദിക്കിലുള്ള ജനം വഹിക്കുന്നവരാണല്ലോ. അവരെ കാണണം എന്ന കൗതുകം നന്നേയുള്ളതിനാൽ അങ്ങയുടെ ലോകം എനിക്ക് കാട്ടിത്തരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹേ സുഹൃത്തമാ, യത്രത്യ ഇത്തം അപൂർവവും അസ്മദ് വിധസ്യ മനഃ ഉന്നയനവും അവയവവും ഉരസാ ബിഭർത്തി വക്ത്രേ രാസസുധാദി ബഹ്വദ്ഭുതം ച ബിഭർത്തി താവകം തം ലോകം മേ പ്രദർശയ. ഹേ പരമസുഹൃത്തെ, യാതൊരു ലോകത്തിലുള്ളവർ ഇപ്രകാരം അത്യത്ഭുതകരങ്ങളും ഞങ്ങളെപ്പോലെയുള്ള കാമികളുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നവയുമായ അവയവങ്ങളെ മാറുകൊണ്ട് ധരിക്കുകയും മുഖത്ത് മധുരാലാപത്തോടും വിലാസത്തോടും കൂടിയ അധരാമൃതാദികളെയും ധരിക്കുന്നുവോ, അങ്ങയുടെ ആ ലോകത്തെ എനിക്ക് കാണിച്ചു തന്നാലും. അതാണ് ഇവിടെ പറയുന്നത്. ഹേ സുഹൃത്തമ, അല്ലയോ സുഹൃത്തെ, മമ താവകം ലോകം എനിക്ക് അങ്ങയുടെ ലോകത്തെ ദർശയ കാണിച്ചു തന്നാലും. എത്രസ്ഥോ ജനഃ അവിടെയുള്ള ജനങ്ങൾ
ഉരസൈവം മനഃ, ഈ ഉരസ്സിൽ മനഃ മനഃ ഉരസേവം ഉരസൈവം ഉരസ്സുകൊണ്ട് തന്നെ മനസ്സിനെ ക്ഷോഭകാവപൂർവാവയവവും മനസ്സിനെ ആ ഉരസ്സിലുള്ള ആ അവയവം മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നു. വിഭർത്തി അങ്ങനെ അത് ആ ഉരസ്സിൽ അങ്ങനെ ഭരിക്കണു എന്നർത്ഥം. അതിങ്ങനെ പ്രത്യേകമായിട്ട് കാണുന്നു എന്നർത്ഥം. ഹേ സുഹൃത്തമാ മമ താവകം ലോകം ദർശയ, ഞാൻ എനിക്ക് അങ്ങയുടെ ലോകത്തെ കാണിച്ചു തരൂ. എത്രസ്ഥോ, അവിടെ സ്ഥിതി ചെയ്യുന്ന ജനഹ, അവിടെ താമസിക്കുന്ന ജനങ്ങൾ. ഉരസൈവം മനഃക്ഷോഭകാപൂർവം അവയവവും ബിഭർത്തി, മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നതായിരിക്കുന്ന ഈ അവയവങ്ങളെ ഉരസ്സിൽ, അവരുടെ ആ ഉരസ്സിൽ ഈ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നതായിരിക്കുന്ന അവയവങ്ങൾ അങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു ആണ്. ഹേ സുഹൃത്തമാ മമ താവകം ലോകം ദർശയ എത്രസ്ഥോ ജനഃ ഉരസൈവം മനഃ ഉരസൈവം മനഃ ക്ഷോഭകാവപൂർവാവയവൗ ബിഭർത്തി അതാണ് ആ വ്യാഖ്യാനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. കാവാത്മവൃത്തിരജനാദ്ധവിരം ഗവാതി വിഷ്ണോഃ കലാസ്യ നിമിഷോന്മകരൗചകർണൗ ഉദ്വിഗ്നമീനയുഗളം ദ്വിജപംക്തിശോചി ആസന്നഭൃംഗ നികരം സര ഇൻമുഖം തേ. കാവാത്മവൃത്തിരദനാദ്ധവിരം വാദീ വിഷ്ണോ കലാസ്യ നിമിഷോന്മകരൗചകർണൗ ഉദ്വിഗ്നമീനയുഗളം ദ്വിജപംക്തിശോചിരാസന്നഭൃംഗ നികരം സര ഇൻമുഖം തേ. അല്ലയോ അംഗ പ്രിയമിത്രമേ, കാവാ എന്താണ് ആത്മവൃത്തി, എന്താണ് ആഹാരം, ആഹരിച്ചതിൽ നിന്ന് ആ ഹവിസ് മണക്കുന്നു. അല്ലയോ പ്രിയമിത്രമേ, കാവ എന്താണ് ആത്മവൃത്തി, ആഹാരം, അദനാത് ആഹരിച്ചതിൽ നിന്നും ഹവിഹി ആ ഹവിസ് മണക്കുന്നു. തേ കർണൗ അങ്ങയുടെ ചെവികൾ അനിമിഷോന്മകരൗ ശോഭയാർന്ന മകരകുണ്ടലങ്ങളുള്ളവയാണ്. അനിമിഷവും മകരൗ ശോഭയാർന്ന മകരകുണ്ടലങ്ങളുള്ളവയാണ്. ഉദ്വിഗ്നമീനയുഗളം ആ വിവശമായിരിക്കുന്ന ചലിക്കുന്ന രണ്ട് കരിമീനുകളുള്ളതും. ദ്വിജപംക്തി ശോചിഹി ദന്തനിരയാൽ ശോഭിക്കുന്നതും. വിവശമായി ചലിക്കുന്ന രണ്ട് കരിമീനുകളുള്ളതും. ദ്വിജപംക്തി ശോചി ദന്തനിരയാൽ ശോഭിക്കുന്നതും. ആസന്നഭൃംഗനികരം സമീപത്ത് പറക്കുന്ന വണ്ടിൻ നിരകളോട് കൂടിയതുമായിരിക്കുന്ന തേ മുഖം അങ്ങയുടെ മുഖം. അങ്ങയുടെ മുഖം സരഹ ഇത് സരസ്സെന്നോണം ആണ്. വിഷ്ണോഹോ മഹാവിഷ്ണുവിൻ്റെ കല അസി തന്നെയാകുന്നു. സരസ്സെന്നോണമാണ്, അത് മഹാവിഷ്ണുവിൻ്റെ കല തന്നെയാകുന്നു. അപ്പോൾ ആ പൂർവജിത്തിയെ നോക്കിയിട്ട് അപ്സരസിനെ നോക്കി പറയും, ഹേ അംഗ അല്ലയോ പ്രിയമിത്രമേ, കാവ എന്താണ് ആഹാരം, ആഹരിച്ചതിൽ നിന്നും ആ ഹവിസ് മണക്കുന്നു. തേ കർണൗ അങ്ങയുടെ ചെവികൾ അനിമിഷോന്മകരവും ശോഭയാർന്ന മകരകുണ്ടലങ്ങളുള്ളവയാണ്. ഉദ്വിഗ്നമീനയുഗളം വിവശമായിട്ട് ചലിക്കുന്ന രണ്ടു കരിമീനുകളുള്ളതും. ദ്വിജപംക്തി ശോചി അദന്തനിരയാൽ ശോഭിക്കുന്നതും. ആസന്നഭൃംഗ നികരം ച സമീപത്ത് പറക്കുന്ന ആ വണ്ടിൻ്റെ തിരയോട് കൂടിയതുമായ തേമുഖം അങ്ങയുടെ മുഖം. സരഹ ഇത് സരസ് എന്നോണമാണ്. വിഷ്ണോഹോ മഹാവിഷ്ണുവിൻ്റെ കലയായിട്ട് അതിനെ കല തന്നെയാകുന്നു. ഉന്മുഖം തേ എന്ന് പറയാം, അതൊരു പാഠാന്തരമാണ്. അപ്പം അങ്ങയുടെ ആ ആഹാരം എന്താണ് പ്രിയമിത്രമേ, എന്താണ് അങ്ങയുടെ ആഹാരം? അതിൽ നിന്നും ഹവിസിൻ്റെ ഗന്ധം വമിക്കുന്നു.
അതിൽ നിന്നും യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ആ ഹവിസിൻ്റെ, ആ യജ്ഞാഗ്നിയിൽ ഒഴിക്കുന്ന ഹവിസിൻ്റെ ആ നെയ്യിൻ്റെ വാസന വരുന്നു. അങ്ങയുടെ ആഹാരം എന്താണ്? ആ ഹവിസിൻ്റെ വാസന വരുന്നു. അങ്ങ് വിഷ്ണു ഭഗവാന്റെ അംശമാണ്. കർണാലങ്കാരമായിട്ട് മകരകുണ്ടലങ്ങൾ അങ്ങയിൽ കാണുന്നുണ്ട്. മുഖം ഒരു സരസ്സാണ്. നേത്രങ്ങൾ ചലിക്കുന്ന 2 മീനങ്ങളാണ്. ദന്തങ്ങൾ വരിവരിയായിട്ടിരിക്കുന്ന രാജഹംസങ്ങളുടെ നിര. അളകങ്ങൾ സമീപസ്ഥരായിരിക്കുന്ന വണ്ടുകളുടെ സമൂഹം. ദ്വിശബ്ദം സരസിനെ സംബന്ധിച്ച് പറയുന്നു, പക്ഷി മുഖത്തിനെ സംബന്ധിച്ച് പറയുന്നു, പല്ല ശ്ലേഷാർത്ഥം. അപ്പോൾ ഭഗവത് സ്മരണ ആഗ്നിധ്രനെ വിട്ടുപിരിയുന്നില്ല. താമ്പൂല ചർവണമാണ് ആഹാരത്തിന് സുഗന്ധം പകരുന്നത്. അദനാചർവണാത് ഹവിരിതി തൽ സംബന്ധോ ഗന്ധോ വാത്യാഗച്ഛതി ഇതി താമ്പൂലാദിപ്രായഃ. വിഷ്ണുശ്ച നാസ്നാദി അനശനന്ന അന്യോ അഭിചാഗശീതി ഇതി ശ്രുതേഃ. സരസി തു ദ്വിജാ രാജഹംസ ഇത്യാദി. ശ്രീധരീയത്തിൽ പറയുന്നത് ആ താമ്പൂലോൽപത്തിയെ പറ്റി സ്കന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. അമൃതമഥനത്തെ തുടർന്നുണ്ടായിരിക്കുന്ന ദേവാസുര യുദ്ധത്തിന് ശേഷം വിജയശ്രീലാളിതരായിരിക്കുന്ന ദേവന്മാർ പാനം ചെയ്ത് അവശേഷിച്ച അമൃതം ഒരു കമണ്ഡലുവിൽ നന്ദനോദ്യാനത്തിൽ സ്ഥാപിച്ചു. അതിനടുത്താണ് ആ മതമ്പാടുള്ള ആ ഐരാവതത്തെ തളച്ചിരുന്നത്. ഐരാവതത്തിൻ്റെ സ്പർശനമേറ്റ് അല്പം അമൃതബിന്ദുക്കൾ സ്രവിച്ചു. അവിടെ മുളച്ച ലതയാണ് താമ്പൂലവല്ലി. പീതശേഷം ച പീയൂഷം സ്ഥാപിതം നന്ദനേ വനേ നാഗരാജസ്യ യത്രൈവ സ്ഥിതമാലാനം ഏവ ച അർഹന്നിശം മദസ്രാവി കരീന്ദ്രസോപി സംസ്ഥിതഃ തത്പ്രഭാവൈഃ പ്രഭിന്നസ്സ പീയൂഷസ്യ കമണ്ഡലും തതോ വല്ലീ സമുൽപ്പന്നാ തസ്മാച്ചൈവ കമണ്ഡലോ നാഗവല്ലീതി വൈ നാമ തസ്യാശ്ചക്രേ തതഃപരം സംയോഗം ച ചകാരാഥ താമ്പൂലം ജായതേ യഥാ. അനന്തരം ഒരു രാജാവിൻ്റെ തപസ്സിൽ സന്തുഷ്ടനായിരിക്കുന്ന ഇന്ദ്രൻ അദ്ദേഹത്തിന് ഒരു ദിവ്യവിമാനം നൽകി. അദ്ദേഹം അതിൽ യാത്ര ചെയ്ത് ഇന്ദ്രനെ സന്ദർശിക്കും. ഇന്ദ്രൻ വെറ്റില കൊടുക്കും. തസ്യ ശക്രഃ സ്വഹസ്തേന താമ്പൂലം ച പ്രയച്ഛതി. ഇതിന് നാഗവല്ലി എന്നും പേരുണ്ട്. ഇത് ആ ഭൂമിയിൽ നട്ടുവളർത്താൻ വേണമെന്ന് ആ രാജാവ് അഭ്യർത്ഥിച്ചു. ഇന്ദ്രൻ നൽകി. അതിനെ തുടർന്ന് ലോകരെല്ലാം താമ്പൂലത്തിൽ ആകൃഷ്ടരായി. യജ്ഞാദികൾ പോലും ഉപേക്ഷിച്ചതായും ആ ബ്രഹ്മാവ് പ്രതിവിധി നൽകിയതായും മറ്റുമുള്ള രസകരമായിരിക്കുന്ന ചരിത്രം സ്കാന്ദത്തിൽ വായിക്കാം. താമ്പൂലവല്ലിയും നാഗവല്ലിയും ഒന്നു തന്നെ. താമ്പൂലി നാഗവല്യപ്യഥ ദ്വിജ അമരകോശത്തിൽ പറയുന്നുണ്ട്. നാഗാലാനേ യതോ ജാത നാഗവല്ലി ഭവിഷ്യതി സദാ സ്മരസ്യ സംസ്ഥാനം മമ വാക്യാത് ഭവിഷ്യതി നാഗവല്ലീതി വൈ നാമ തസ്യാശ്ചക്രേ തതഃപരം. സ്കാന്ദത്തിൽ പറയുന്നുണ്ട്. ആനയെ തളയ്ക്കുന്ന കുറ്റിയിന്മേൽ പടർന്നുണ്ടായിരിക്കുന്നതിനാൽ ആ ധന്വന്തരി ഭഗവാൻ അതിന് നാഗവല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അംഗ എന്താണ് അങ്ങയുടെ ഭക്ഷണം? ആ ചർവണത്തിൽ നിന്നും ആ ഹവിർഗന്ധം വരുന്നു. അങ്ങ് ആ വിഷ്ണുവിൻ്റെ കലയാണ്. കർണങ്ങൾ അനിമേഷകരങ്ങളാണ്. ഇളകുന്ന 2 മത്സ്യങ്ങൾ പോലുള്ള നേത്രങ്ങളോട് കൂടിയതും ദ്വിജസമൂഹത്താൽ ശോഭിക്കുന്നതുമായിരിക്കുന്ന മുഖം ഒരു സരസ് പോലിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സുഹൃത്തം അംഗ പൂജ്യ. അംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യൻ. ആത്മവൃത്തി അങ്ങയുടെ ആ ആഹാരപദാർത്ഥം വാ എന്താകുന്നു. അദനാത് ഭക്ഷണത്തിൽ നിന്നും ഹവിസ് വാതി വീശുന്നു. ഹവിസിൻ്റെ ഗന്ധം വീശുന്നു. വിഷ്ണോഹോ വിഷ്ണുവിൻ്റെ കലാ അസി അംശമോ അങ്ങ്. കർണങ്ങൾ അനിമിഷോന്മകരൗജ അതിശോഭയുള്ള മകരങ്ങളോടുകൂടിയവയാകുന്നു. ഉദ്വിഗ്നമീനയുഗളം ഭയപ്പെട്ടിരിക്കുന്ന 2 മത്സ്യങ്ങളോട് കൂടിയ ആയിട്ടുള്ള ദ്വിജപംക്തിശോചി
ആ ദ്വിജസമൂഹങ്ങളുടെ ശോഭയോടുകൂടിയതും ആസന്ന ഭൃംഗനികരം സമീപത്തുള്ള വണ്ടിനിരകളോട് കൂടിയതുമായിരിക്കുന്ന തേ മുഖം അങ്ങയുടെ ആ മുഖം സരഹ ഇത് സരസ് പോലെ ഇരിക്കുന്നു. താമ്പൂലാദി സൗഗന്ധ്യത്തെ ആരക്ഷിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹേ പൂജ്യ, അങ്ങയുടെ ഭക്ഷണ സാധനം എന്താകുന്നു? സാധാരണ ജനങ്ങളുടെ ഭക്ഷണ വസ്തുവല്ലെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ വിധം ചോദിക്കുന്നത്. അങ്ങനെ തോന്നുവാനുള്ള കാരണം എന്തെന്നാൽ ആ മാതിരിയുള്ള ഭക്ഷണം നിമിത്തമാണല്ലോ മുഖത്തിൽ നിന്ന് ഇപ്രകാരമുള്ള സൗരഭ്യം വ്യാപിക്കുന്നത്. അങ്ങ് വിഷ്ണുവിൻ്റെ അംശമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കർണങ്ങളിൽ അതിശോഭയുള്ള മകരകുണ്ടലങ്ങൾ കാണുന്നു എന്നു തന്നെയല്ല, അങ്ങയുടെ മുഖത്തിന് തടാകത്തിൻ്റെ സാദൃശ്യവും കാണുന്നുണ്ട്. എങ്ങനെയെന്നാൽ ഭയപ്പെട്ട് ചലിക്കുന്ന 2 മത്സ്യങ്ങളോ എന്ന് തോന്നുമാറുള്ള നേത്രങ്ങളും അധികം പ്രകാശമുള്ള ദന്തനിരകളാകുന്ന പക്ഷി സമൂഹവും ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടിനിരകളോട് കൂടിയ തുല്യമായിരിക്കുന്ന കേശനിരയും മുഖത്തിൽ പ്രകാശിച്ചു കാണുന്നു. ഹേ അംഗ, കാ വാ ആത്മവൃത്തി, എന്താണ് അങ്ങയുടെ ഭക്ഷണം? അദനാത് ഹവിഹി, ഇത് വാതി ഇതിവാതി, അദനാത് ഹവിഹി ഇതിവാതി. ഹേ സഖേ, അങ്ങയുടെ അചർവണത്തിൽ നിന്നും ഹവിസ് സംബന്ധിയായിരിക്കുന്ന സുഗന്ധം വരുന്നു. ത്വം വിഷ്ണോഹോ കലാസി, അങ്ങ് വിഷ്ണുവിൻ്റെ കലയാകുന്നു. എന്തെന്നാൽ തേ കർണവും മകരാഭവത, അങ്ങയുടെ കർണങ്ങൾ നിമേഷം ഇല്ലാത്ത നിത്യവും ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളോട് കൂടിയവയാകുന്നു. ഉദ്വിഗ്നമീനയുഗളം ദ്വിജപങ്ക്തിശോചിഹി ആസന്നഭൃംഗനികരം തേ മുഖം സരഹ ഇത് ഭവതി. ഇളകിക്കൊണ്ടിരിക്കുന്ന 2 മത്സ്യങ്ങളെ പോലെയുള്ള നേത്രങ്ങളോട് കൂടിയതും ദ്വിജസമൂഹത്താൽ ശോഭിക്കുന്നതുമായിരിക്കുന്ന അങ്ങയുടെ മുഖം ഒരു സരസ് പോലെ ഇരിക്കുന്നു. ഇവിടെ ദ്വിജശബ്ദത്തിൻ്റെ പക്ഷികളെന്നും പല്ലുകളെന്നും അർത്ഥമുണ്ട്. സരസിൽ മത്സ്യങ്ങളും ഹംസാദി പക്ഷികളും വണ്ടുകളും ഉണ്ട്. അങ്ങയുടെ മുഖത്ത് ആ മത്സ്യതുല്യങ്ങളായിരിക്കുന്ന നേത്രങ്ങളും ദ്വിജപങ്ക്തിയും കുറുനിരകളും ഉണ്ട്. അതുകൊണ്ട് അത് സരസെന്ന പോലെ ഇരിക്കണമെന്ന ഭാവം. ഇത് വന്ന അതുപോലെ അർത്ഥം. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. തവ ദേവസ്യാഹാര, അങ്ങയുടെ ദേഹത്തിൻ്റെ ആഹാരം എന്താണ്? കോ വാ ഏനാഹാരേണ സുഗന്ധ ആയാതി, എന്താണ് ആഹാരം? അതിൽ നിന്നും ഈ സുഗന്ധം ഇങ്ങനെ വരുന്നുണ്ടല്ലോ. കിം ജ ത്വത്ഭുത താടിതഃ കന്ദുകോ ദിക്ഷുഭ്രമൻ, അല്ല കിം ജ ത്വദ്ഹസ്തതാടിതഃ കന്ദുകോ, അത് അടുത്ത ശ്ലോകത്തിലാണെന്നുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഹേ സഖേ തവ ദേഹസ്യാഹാരഃ കോ വാ, അങ്ങയുടെ ആ ദേഹത്തിൻ്റെ ആഹാരം കോ വാ എന്താകുന്നു? അതിൽ നിന്നും ഏനാഹാരേണ സുഗന്ധ ആയാതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ആഹാരത്തിൽ നിന്നും ആ സുഗന്ധം വരുന്നു. പതിനാലാമത്തെ അപ്പോൾ ആ അപ്സരസിനെ വർണ്ണിക്കുന്ന ശ്ലോകമാണ് ഇവിടെ പറഞ്ഞത്. പതിമൂന്നാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. 14-ാമത്തെ ശ്ലോകം. യോസൗ ത്വയാ കരസരോജഹതപതംഗോ ദിക്ഷുഭ്രമൻ ഭ്രമത ഏജയദേക്ഷിണീ മേ മുക്തം ന തേ സ്മരസി വക്രജടാവരൂഥം
കഷ്ടോനിലോ ഹരതി ലംബട ഏഷ നീവീം. ഒന്നുകൂടി പറയാം. യോസൗ ത്വയാ കരസരോജഹതപദംഗോ ദിക്ഷുഭ്രമൻ ഭ്രമദ ഏജയതേക്ഷിണീ മേ മുക്തം ന തേ സ്മരസി വക്രജടാവരൂഥം കഷ്ടോനിലോ ഹരതി ലംബട ഏഷ നീവീം എന്നതാണ് ശ്ലോകം. അപ്പോൾ യഹ അസൗ പതംഗ, യാതൊരു ഈ പന്ത്, ത്വയാ അങ്ങയാൽ, കരസരോജഹത കൈത്താരാൽ അടിക്കപ്പെട്ട, കയ്യുകൊണ്ട് അടിക്കപ്പെട്ടെന്നർത്ഥം. ത്വയാ കരസരോജഹത, അങ്ങയുടെ കയ്യുകൊണ്ട് അടിക്കപ്പെട്ട പന്ത്, യാതൊരു ഈ പന്ത്, ദിക്കുകളിൽ ഭ്രമിച്ചിട്ട്, ദിക്കുകളിൽ ചുറ്റിക്കൊണ്ട്, ഭ്രമത ഒപ്പം ചുറ്റുന്ന, മേ അതിൻ്റെ കൂടെ ഞാനും ചുറ്റുന്നു, മേ എൻ്റെ അക്ഷിണി എൻ്റെ കണ്ണുകൾ, രണ്ട് കണ്ണുകളെ ഏജേതെ ചലിപ്പിക്കുന്നു, എൻ്റെ കണ്ണുകളും അങ്ങനെ ചലിക്കുന്നു അതിനനുസരിച്ച്. തേ അങ്ങയുടെ മുക്കുതം കെട്ടഴിഞ്ഞ വജ്രകടാവരൂഥം, അങ്ങയുടെ കെട്ട് അഴിഞ്ഞ ആ വളഞ്ഞു പിരിഞ്ഞ ജടാകൂടത്തെ നസ്മരസി ഗൗനിക്കുന്നില്ല, ആ കണ്ണുകളെ അതിനെ ഗൗനിക്കുന്നില്ല. കഷ്ടഹ കുസൃതിക്കാരനും ലംബടഹ ഭ്രമിച്ചവനുമായ ഏഷ അനിലഹ ഈ വായു, നീവീം ഉടുവസ്ത്രത്തെ ഹരതി അഴിച്ചു മാറ്റുന്നു, ഈ വായു ഉടുവസ്ത്രങ്ങളെ അഴിച്ചു മാറ്റുന്നു. ഒന്നുകൂടി പറയാം. യഹ അസൗ പതംഗ, യാതൊരു ഈ പന്ത്, ത്വയാ അങ്ങയാൽ, കരസരോജഹത കൈത്താരാൽ അടിക്കപ്പെട്ട്, ദിക്ഷു ആ ദിക്കുകളിൽ ഭ്രമൻ ചുറ്റിക്കൊണ്ട്, ഭ്രമത ഒപ്പം ചുറ്റുന്ന, മേ എൻ്റെ അക്ഷിണി രണ്ട് കണ്ണുകളെ ഏജയത്തെ ചലിപ്പിക്കുന്നു. തേ അങ്ങയുടെ മുക്തം കെട്ടഴിഞ്ഞ വജ്രജടാവരൂഥം വളഞ്ഞു പിരിഞ്ഞ ജടാകൂടത്തെ നസ്മരസി ഗൗനിക്കുന്നില്ല. കഷ്ട കുസൃതിക്കാരനും ലംബട ഭ്രമിച്ചവനുമായിരിക്കുന്ന ഏഷ അനിലഹ ഈ വായു, നീവീം ഉടുവസ്ത്രത്തെ പോലും ഹരതി അഴിച്ചു മാറ്റുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് യഹ അസൗ പതംഗഃ ത്വയാ കരസരോജഹതഃ ദിക്ഷു ഭ്രമതഃ മേ അക്ഷിണീ ഏജയത്തെ തേ മുക്തം വജ്രകടാവരൂഥം ന സ്മരസി കഷ്ടം ലംബടഃ ഏഷഃ അനിലഃ നീവീം ഹരതി. അതാണ് അതിൻ്റെ അന്വയമായിട്ട് വരുന്നത്. ഒന്നുകൂടി പറയാം. യഹ അസൗ പതംഗഃ ത്വയാ കരസരോജഹതഃ ദിക്ഷു ഭ്രമതഃ മേ അക്ഷിണീ ഏജയത്തെ തേ മുക്തം വജ്രജടാവരൂഥം ന സ്മരസി കഷ്ടഃ ലംബടഃ ഏഷഃ അനിലഃ നീവീം ഹരതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് യാതൊരു ഈ പന്ത് അങ്ങയാൽ ആ കൈത്താരാൽ അടിക്കപ്പെട്ടിട്ട് ആ ദിക്കുകളിൽ ചുറ്റിക്കൊണ്ട് ഒപ്പം ചുറ്റുന്ന എൻ്റെ ആ കണ്ണുകളെ ചലിപ്പിക്കുന്നു. അങ്ങയുടെ ആ കെട്ടഴിഞ്ഞ വളഞ്ഞു പിരിഞ്ഞ ജടാകൂടത്തെ ഗൗനിക്കുന്നില്ല. കുസൃതിക്കാരനും ഭ്രമിച്ചവനുമായിരിക്കുന്ന ഈ വായു ഉടുവസ്ത്രത്തെ പോലും അഴിച്ചു മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ കരകമലം കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഈ പന്ത് അങ്ങുമിങ്ങും പറക്കുന്നു. അതിനനുസൃതമായിട്ട് എൻ്റെ കണ്ണുകളും ചലിക്കുന്നു. അങ്ങയുടെ കേശഭാരം കെട്ടഴിഞ്ഞ് അത് അങ്ങ് അറിയുന്നില്ല. കുസൃതിക്കാരനായ വായു ഉടുവസ്ത്രം അഴിച്ചു മാറ്റാൻ ഭാവിക്കുന്നു. പതംഗ കന്തുകോ എന്നുള്ളതാണ് ശ്രീധരീയത്തിൽ ആ പതംഗത്തിൻ്റെ കന്തുകം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങയാൽ ആ കമലത്താൽ അടിക്കപ്പെട്ട ആ പന്ത് ദിക്കുകളിൽ ഭ്രമിച്ചുകൊണ്ട് ചഞ്ചലവിത്തനായിരിക്കുന്ന എൻ്റെ കണ്ണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നു. അഴിഞ്ഞു വീണ ചുരുണ്ട തലമുടിയെപ്പറ്റി ചിന്തയില്ലേ?
ധൂർത്തനും ലംബടനുമായിരിക്കുന്ന ഈ വായു അങ്ങയുടെ വസ്ത്രത്തെ ഹരിക്കുന്നു എന്നുള്ളതാണ്. ത്വയാ നിന്നാൽ കരസരോജഹത താമരപ്പൂ പോലെയുള്ള കരത്താൽ അടിക്കപ്പെടുന്ന യഹ അസൗ പതംഗ യാതൊരു പന്താകട്ടെ ദിക്ഷു ഭ്രമൻ ആ ദിക്കുകളിൽ ചലിക്കുന്നതായിട്ട് ഭ്രമത മേ ഭ്രമിച്ചിരിക്കുന്ന എൻ്റെ അക്ഷിണി കണ്ണുകളെ ഏജയതേ ചലിപ്പിക്കുന്നു. തേ ജടാവരൂഥം നിന്റെ മുഖത്തെ മറച്ചിരിക്കുന്ന കേശം മുക്തം അഴിഞ്ഞിരിക്കുന്നതിനെ ന സ്മരസി നീ ഓർക്കുന്നില്ല. കഷ്ട അനിലഹ ധൂർത്തനായിരിക്കുന്ന വായു ലംബട അത്യാഗ്രഹത്തോടു കൂടിയവനായിട്ട് നീവീം ഹരതി ആ തുണിക്കുത്തിനെ പോലും ഹരിക്കുന്നു. നിന്റെ ആ കരാരവിന്ദത്താൽ അടിക്കപ്പെടുന്ന ഈ പന്ത് ദിക്കുകളിൽ ചലിക്കുമ്പോൾ നിന്റെ ദർശനത്താൽ ചിത്തം ഭ്രമിച്ചിരിക്കുന്ന എൻ്റെ നേത്രങ്ങളെയും ചലിപ്പിക്കുന്നു. മുഖത്തിൽ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയെയും നിന്നിൽ അത്യാസക്തനും കപടപടുവുമായ വായു നിന്റെ തുണിക്കുത്തിനെ ഹരിക്കുന്നതിനെയും നീ അറിയുന്നില്ല എന്നുള്ളതാണ് ആ ശ്രീധരീയത്തിൽ പറയുന്ന വ്യാഖ്യാനം. ത്വയാ കരസരോജഹത യഹ അസൗ പതംഗ ദിക്ഷുഭ്രമൻ മേ അക്ഷിണീം ഏജയത്തെ. അങ്ങയാൽ ആ കരാരവിന്ദത്താൽ അടിക്കപ്പെട്ട യാതൊരു ഈ പന്ത് ദിക്കുകളിൽ ഭ്രമിച്ചുകൊണ്ട് ആ ചഞ്ചലചിത്തനായിരിക്കുന്ന എൻ്റെ കണ്ണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നു. മുക്തം വക്രജടാവരൂഥം കിം ന സ്മരസി അഴിഞ്ഞു വീണ ചുരുണ്ട ആ കേശപാശത്തെ സ്മരിക്കുന്നില്ലേ. കഷ്ട ലംബട ഏഷ അനിലഹത്തെ നീവീം ഹരതി തത് കിം ന സ്മരസി ധൂർത്തനും ലംബടനുമായിരിക്കുന്ന ഈ വായു അങ്ങയുടെ വസ്ത്രത്തെ ഹരിക്കുന്നു, അത് അറിയുന്നില്ലേ അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ കിംജ ത്വത് ഹസ്തതാഡിത അങ്ങയുടെ ഹസ്തത്താൽ താഡിതമായിരിക്കുന്ന കന്തുകോ ആ പന്ത് ദിക്ഷു ആ ദിക്കുകളിൽ ഭ്രമൻ ചുറ്റിക്കൊണ്ട് ഭ്രമചിത്തസ്യ എൻ്റെ ആ കണ്ണുകളെ ആ ഭ്രമചിത്തം ആക്കി ചഞ്ചലതാം അത് ചഞ്ചലിച്ചുകൊണ്ട് നയതി എന്നെ നയിക്കുന്നു. വായുർവക്ത്രം ഹരതി ആ വായുർവസ്ത്രം ഹരതി വസ്ത്രത്തെ ഹരിക്കുന്നു. തന്ന സ്മരസി കിം അങ്ങനെയുള്ള തന്ന സ്മരസിക്കും അതെങ്ങനെ ഓർക്കാതിരിക്കും എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. തവ ചരണനൂപുരയോ ശബ്ദം ശൃണുമ ഹേ സഖേ നിതംബസ്യ സുന്ദരമണ്ഡലേ കദംബ പുഷ്പകാന്തി ക്വലബ്ധ തവ സ്തനയോ കിം പൂർണ്ണമസ്തി യത്ര മേ ദൃഷ്ടി സംലഗ്നാസ്തി തവ സ്തനേ കേശരകർദമഃ കുതഃ യേന കർദമേന മമാശ്രമം സുഗന്ധയുക്തം കരോഷി ഹേ സുഹൃത്തമ മമ താവകം ലോകം ദർശയ യത്രസ്ഥോ ജനഃ ഉരസൈവം മനഃ ക്ഷോഭകാപൂർവാവയവൗ ബിഭർത്തി. ഹേ സഖേ അല്ലയോ സഖേ തവ ദേഹസ്യാഹാരഃ കോ വാ യേനാഹാരേണ സുഗന്ധ ആയാതി കിംച ത്വദ്ഹസ്തതാഡിത അങ്ങയാൽ ഹസ്തങ്ങളുടെ ഹസ്തങ്ങളാൽ താടിക്കപ്പെട്ട കന്തുകോ പന്ത് ദിക്ഷു ഭ്രമൻ ദിക്കുകളിൽ ഭ്രമണം ചെയ്ത് ഭ്രമചിത്തസ്യോ മേക്ഷിണി എൻ്റെ കണ്ണുകളെ ഭ്രമിപ്പിക്കുന്നു ഭ്രമചിത്തമാക്കുന്നു. ചഞ്ചലതാം നയതി അത് ചഞ്ചലിപ്പിക്കുന്നു. വായുർവസ്ത്രം ഹരതി വായു വസ്ത്രങ്ങളെ ഹരിക്കുന്നു. തന്ന സ്മരസിക്കും പിന്നെ എങ്ങനെ അതൊക്കെ ഓർക്കാതിരിക്കും. തന്ന സ്മരസിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. പൂർവ്വചിത്തി വരുന്നതിനെ പറ്റിയിട്ടുള്ള ആ വർണ്ണനകളാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ കാണുന്നത്. അഗ്നീന്ദ്രൻ്റെ അടുത്തേക്ക് ആ പൂർവ്വചിത്തി എന്ന അപ്സരസ് വരുന്നത് ആ കാണുന്നതായിട്ടുള്ള ആ ജഡവത് ജഡൻ്റെ പോലെയുള്ള ആ
അഗ്നിധരൻ്റെ ജൽപ്പനങ്ങളാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ.